Hello guys, welcome to market analysis video. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് മാർക്കറ്റ് ചാർട്ട് ഒന്ന് അനാലിസിസ് ചെയ്യാം. ചാർട്ട് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്ന് ഒരു സെല്ലിംഗ് സിങ് നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ആയി. പിന്നെ ലാസ്റ്റ് ഫ്രൈഡേ ആണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് നല്ലൊരു അപ് ട്രെൻഡിൽ പോവുകയും കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡ് റാലി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഒരു ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റ് ഒരു വൺ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ റീട്രേസ്മെൻ്റ് ഒക്കെ കിട്ടാറുണ്ട്. ആ രീതിയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തത്. അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോകില്ല, എന്തായിട്ട് ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ബൈയിങ് സിങ്ങാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീക്ക്നെസ്സിൽ നമുക്കൊരു സെല്ല് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ, ഇന്ന് ഇന്ത്യ വിക്സ് 20% ഡൗൺ ആയിട്ടാണ് ഉണ്ടായത്. കാരണം ഇന്ത്യ വിക്സ് ഡൗൺ ആകുമ്പോൾ മാർക്കറ്റിൽ ചെറിയ മൂവ്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാവൂ, വലിയ വളട്ടയിൽ ഉണ്ടാവില്ല. മാർക്കറ്റ് ഒരിക്കലും ഒരു ഓപ്ഷൻ ബയർ സംബന്ധിച്ച് ഇന്ത്യ വിക്സ് ഡൗൺ ആകുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. ഒരു 50 പോയിൻ്റ് ഉള്ളിൽ തന്നെ മാർക്കറ്റ് എത്രയോ പ്രാവശ്യം മാർക്കറ്റ് ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ചാർട്ടൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ മനസ്സിലാവും. ഫസ്റ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പിലാണ്, പിന്നെ ഒരു സെല്ലിങ് വന്നു, ചെറിയൊരു റിവേഴ്സൽ വന്നു, വീണ്ടും സെല്ലിങ്, വീണ്ടും ഒരു ബൈയിങ് സൈഡ്, അവിടുന്ന് വീണ്ടും റിവേഴ്സായി, വീണ്ടും സെല്ലിങ്, വീണ്ടും റിവേഴ്സ്. മാർക്കറ്റ് ഒരിക്കലും വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഡയറക്ഷൻ ഒരു 5-6 പ്രാവശ്യമൊക്കെ ചേഞ്ച് ആവുന്നത് വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെയുള്ള മാർക്കറ്റിനെ നമ്മൾ ചോപ്പി മാർക്കറ്റ് എന്ന് വിളിക്കുക. അതായത് മാർക്കറ്റ് എങ്ങോട്ടും മൂവ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കളിക്കുമ്പോൾ ഒരു ഓപ്ഷൻ ബെയറെ സംബന്ധിച്ച് ഒരു വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കും ഇങ്ങനെയുള്ള മാർക്കറ്റ് ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയുള്ള മാർക്കറ്റ് നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുക എന്നാണ്. ഒന്നാമത് ഇന്ത്യ വിക്സ് ഒരു 15-ന് മുകളിലൊക്കെ വരുമ്പോഴാണ് നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുക. ഇത് വളരെ അപൂർവമായിട്ട് ഇത്രയും ക്രാഷ് ആയിട്ടുള്ള ഒരു ഇന്ത്യ വിക്സ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിനു മുമ്പൊക്കെ ഒരു എലക്ഷൻ ടൈമിനൊക്കെ ഇന്ത്യ വിക്സ് 30-ലൊക്കെ എത്തേണ്ട സമയമാണ്. പക്ഷേ വളരെ അപൂർവമായിട്ടാണ് ഇത്രയും ഒരു നാഷണൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് വളർച്ചകൾ ഉണ്ടാവേണ്ട സമയത്ത് പോലും ഇത്രയും ചെറിയൊരു ഇന്ത്യ വിക്സ് ഇങ്ങനെ ഡൗൺ ആവുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എന്താണ് സംഭവിച്ചത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇനിയും മുമ്പോട്ടുള്ള മാർക്കറ്റിനെ അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഓപ്ഷൻ ബയർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓപ്ഷൻ സെല്ലർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള മാർക്കറ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യാതിരിക്കലാണ് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് വളരെ അധികം നല്ലത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട്. കാരണം മാർക്കറ്റ് ഇന്നത്തെ ഒരു ചോപ്പി മാർക്കറ്റ് ആയിരുന്നെങ്കിലും മാർക്കറ്റ് വലിയൊരു സെല്ലിങ്സ് മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ബൈയിങ് സെല്ലിംഗ് ആയിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നത്, ഫസ്റ്റ് ഒരു ബൈയിങ് സൈഡ് തന്നെ നോക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഹൈ ക്രോസ് ചെയ്താൽ ഒരു ബൈയിങ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കാം. ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ടൈം ഒരു റെസിസ്റ്റൻ്റ് അടുത്ത ലെവലുണ്ട്. ആ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ, അവിടെ ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് സൈഡ് ഫസ്റ്റ് ട്രേഡ് നോക്കാം. ഇങ്ങനെ നോക്കി നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു റിവേഴ്സ് പാറ്റേൺ തന്ന് ഇവിടുന്ന് ഒരു റീടെസ്റ്റ് ഒക്കെ കൊടുത്ത് വീണ്ടും നല്ല സ്ട്രെങ്ത്തോടെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് റാലി ഒരു കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഫസ്റ്റ് അതാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ സെല്ലിംഗ് സിഗ്നൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് റിവേഴ്സൽ പാറ്റേണിൽ ബൈയിങ് സൈഡ് നോക്കാം. അത് രണ്ടാണ് ബൈയിങ് സൈഡ് നോക്കാനുള്ളത്. സെല്ലിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്
ചെറിയൊരു ബൈയിങ് തന്നു, പിന്നെ ഒരു വീക്ക്നെസ്സിൽ താഴോട്ടേക്ക് ഇന്നത്തെ ഹൈ ഒന്നും ടെസ്റ്റ് ചെയ്യാതെ താഴോട്ട് വരികയാണെങ്കിൽ ഒരു സെല്ലിംഗ് സൈഡ്. സോ അങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ, നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളത്. സോ എനിവേ ഇന്ത്യ വിക്സ് നാളെ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. കാരണം ഇന്ത്യ വിക്സ് ഇത്രയും ലോ ആകുമ്പോൾ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് ഒന്ന് നോക്കുക. സോ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാൻ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.